ലൈവ് വാർത്തയുടെ അഞ്ചൽ ലേഖകനു നേരെ ബസ് മുതലാളിമാരും ഗുണ്ടകളും ചേർന്ന് വധഭീഷണി മുഴക്കിയ സംഭവത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അപലപിച്ചു. ഡിവൈഎസ്പി തലത്തിൽ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ആവശ്യപ്പെട്ടു. ചടയമംഗലം വാഹനാപകടവും അതിന് ആധാരമായ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്ത ലൈവ് വാർത്താ ലേഖകനു നേരെയുള്ള ബസ് മുതലാളിമാരുടെ കയ്യേറ്റ ശ്രമവും ഗുണ്ടായുസവും അവസാനിപ്പിക്കണമെന്നും വസ്തുതകൾ പുറത്തുകൊണ്ടുവരുന്നതിൽ മാധ്യമങ്ങൾ നടത്തുന്ന പ്രവർത്തനം സ്വാഗതാർഹമാണെന്നും സിപിഐ ഏരൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സി അജിത് അഭിപ്രായപ്പെട്ടു. പ്രൈവറ്റ് ബസ്സുകളുടെ അമിത വേഗതയും പ്രൈവറ്റ് ബസ്സുകളുടെ മത്സര സ്വഭാവത്തിലുള്ള ഓട്ടവും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ലൈവ് ചാനൽ റിപ്പോർട്ടർ അഭിഷാനെ ഒരു സംഘം സാമൂഹിക വിരുദ്ധർ ആക്രമിക്കാൻ ശ്രമിക്കുകയും എല്ലാ ദിവസവും പിന്നീട് ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ആ ബസ് അപകടത്തെ സംബന്ധിച്ച് നമുക്കറിയാം. പ്രൈവറ്റ് ബസ്സിൻ്റെ ഡ്രൈവറുടെ അനാസ്ഥ മൂലമാണ് ആ അപകടം നടന്നതെന്ന് നമ്മുടെ നാട്ടിലെ പത്രം വായിക്കുന്നവർക്കും ചാനൽ കാണുന്നവർക്കെല്ലാം തന്നെ ബോധ്യപ്പെടുന്ന തരത്തിൽ പോലീസ് അന്വേഷണം നടത്തി ഈ ഡ്രൈവറുടെ ലൈസൻസ് വരെ റദ്ദാക്കിയിരിക്കുന്ന സാഹചര്യമാണ്. എന്നാൽ ഇത്തരത്തിലുള്ള പ്രവണത ഇനി തുറന്നുകൊണ്ടാകാതിരിക്കാൻ വേണ്ടി ലൈവ് ചാനൽ പോലുള്ള ചാനലുകൾ രംഗത്ത് വരികയും അവർ നടത്തിയിട്ടുള്ള അതിൻ്റെ അന്വേഷണവും അതിൻ്റെ വാർത്തകളും അതിനെയെല്ലാം കയ്യൊപ്പുകൊണ്ട് ഒതുക്കാമെന്നാണ് ചില സാമൂഹിക ശ്രമിക്കുന്നതെങ്കിൽ പൊതുപ്രവർത്തകരും മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെയും ശക്തമായ പ്രതിഷേധം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അഞ്ചൽ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഗുണ്ടാസംഘമാണ് ആക്രമണങ്ങൾക്ക് പിന്നിലെന്നും തൊഴിലാളി യൂണിയൻ എന്ന പേരിൽ ബസ് മേഖലയുമായി ബന്ധമില്ലാത്ത കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരടക്കമുള്ളവരാണ് ആക്രമണങ്ങൾക്ക് പിന്നിലെന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് തോയ്തല മോഹനൻ കുറ്റപ്പെടുത്തി. കുറ്റക്കാരെ സംരക്ഷിക്കുന്ന പോലീസ് നടപടി അവസാനിപ്പിച്ച് കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും തോയ്തല മോഹനൻ കൂട്ടിച്ചേർത്തു. പ്രൈവറ്റ് ബസ് തൊഴിലാളി യൂണിയൻ എന്ന പേരിൽ ഗുണ്ടാ സംഘത്തിന്റെ പ്രവർത്തനമാണ് അഞ്ചലിൽ നടക്കുന്നത്. ചില രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരാണെന്ന് പറയും. അകത്താണോ, പാർട്ടിക്ക് അകത്താണോ പുറത്താണോ എന്ന് അറിയാൻ കഴിയുന്നില്ല. രാഷ്ട്രീയ പാർട്ടിയുടെ പേരിൽ ഗുണ്ടകളെ സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ യൂണിയനിൽ ചേരാത്ത പ്രൈവറ്റ് ബസ് തൊഴിലാളികളെയും ഈ ഗുണ്ടാ സംഘത്തിൻ്റെ തെറ്റായ നടപടികളെ ചോദ്യം ചെയ്യുന്ന യാത്രക്കാരെയും കയ്യേറ്റം ചെയ്യുകയും അസഭ്യം വിളിക്കുകയും ചെയ്യുന്ന അഞ്ചൽ മാർക്കറ്റ് ജംഗ്ഷൻ കേന്ദ്രീകരിച്ച് ട്രേഡ് യൂണിയൻ്റെ പേരിൽ അവിടെ ഒരു സംഹാര താണ്ഡവമാണ് നടക്കുന്നത്. പോലീസ് ഇതിൻ്റെ എല്ലാം പേരിൽ ഒരു നടപടിയും എടുക്കുന്നില്ല. ആരെയെങ്കിലും അറസ്റ്റ് ചെയ്താൽ തന്നെ രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെ പേരിൽ അപ്പോൾ തന്നെ കേസും മറ്റും എടുക്കാതെ അവരെ വിടുന്ന ഒരു സ്ഥിതിയാണ് അഞ്ചലിലുള്ളത്. 20, 21, 30 വയസ്സിന് താഴെയുള്ള 25 വയസ്സിന് താഴെയുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ലൈസൻസും മറ്റും എടുക്കാതെ ബന്ധപ്പെട്ട രേഖകൾ, ആവശ്യമായ രേഖകളൊന്നും സൂക്ഷിക്കാതെ തന്നെ ഈ ബസ് ഓടിക്കുന്നതിനെ തുടർന്നാണിപ്പോൾ സമീപകാലത്തുണ്ടായിട്ടുള്ള മിക്ക അപകടങ്ങളും വന്നിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.